എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാം അധ്യായം കഴിയുന്നത് വരെയാണ് സമർപ്പിച്ചത്. ഇന്ന് 14-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഭാവ ത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്. മദനീയരായ പഠിതാക്കൾക്കും വിനീതമായ പോണം. പറഞ്ഞത് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായം ആരംഭിക്കും. ചതുർത്ഥ സ്കന്ധം അധ്യായം 14. മൈത്രേയ ഉവാച ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനാം ഗോപ്തര്യഫതി വൈ നൃഗണാം പശ്യന്ത പശുസംയതാം വീരമാതരമാഹൂയ പുനീതം ബ്രഹ്മവാദിനാം പ്രകൃത്യഫം മദം വേനം അഭ്യഷിഞ്ചൻ പതിം ഭുവാം. ഭൃഗുവാദേഹ, ഭൃഗു ആദികളായ തേ മുനേഹ, ആ മുനിമാർ, ലോകാനാം ക്ഷേമദർശിന, ലോകത്തിന് ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായ അവർ, ലോകാനാം ക്ഷേമദർശിനഹത്തെ ഗോപ്തരി അഫതി, രക്ഷിതാവില്ലാതിരിക്കെ. ഗോപ്തരി എന്ന് വെച്ചാൽ ഗോപ്താവ്, രക്ഷിതാവ്. എന്റെ സപ്തമി ഗോപ്തരി എന്ന് വന്നാണ്. അഫതി എന്ന് വെച്ചാൽ ഇല്ലാതിരിക്കുക. അഫത്തായതാണ് അഫതി, ഫത്തായതാണ് ഫതി. അഫതി ഇല്ലാതിരിക്കുക. ഗോപ്തരി അഫതി, രക്ഷിതാവ് ഇല്ലാതിരിക്കെ. മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്, രാജാവ് മകന്റെ ദുർവൃത്തികൾ കണ്ടു മടുത്ത് വീടുപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ രാജ്യഭാരത്തിന് ആളില്ലാതെ രാജ്യം അരാജകമായി. അങ്ങനെ കണ്ടപ്പോൾ ക്ഷേമദൃഷ്ടികളായ മുനിമാർ നൃഗാം പശുസാമ്യതാം പശ്യന്ത, മനുഷ്യരുടെ പശുസാമ്യതയെ കണ്ടുകൊണ്ട്, മനുഷ്യരൊക്കെ മൃഗതുല്യരായിട്ട് മാറും ആരില്ലെങ്കിൽ രാജാവില്ലേ. രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ അങ്ങനെയാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വാഭാവികമായ വാസനയുടെ ഒരു ഭാഗം ഇതാണ്. അപ്പോൾ വാസ്തവത്തിൽ രാജാവിനെ പേടിച്ച്, മാതാപിതാക്കളെ പേടിച്ച്, ലോകത്തെ പേടിച്ചൊക്കെയാണ് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതെ കുറേയൊക്കെ മനുഷ്യൻ കഴിച്ചു കൂട്ടുന്നത്. ഇവരാരും ഇല്ലെന്ന് വന്നാൽ പിന്നെ സ്വതന്ത്രമായി എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പശുസാമ്യതാം പശ്യന്ത, ജനങ്ങൾ പശുസാമ്യതകളായിട്ട് മാറും എന്ന് കണ്ടിട്ട് വീരമാതരം ആഹൂയ, വീരയായ അമ്മ വിളിച്ചിട്ട്, വീരമാതരം ആഹൂയ, ആരാണമ്മ? ഫുനീത. ഫുനീത എന്ന വീരയായ അമ്മ വിളിച്ചിട്ട് ബ്രഹ്മവാദിന, ബ്രഹ്മജ്ഞന്മാരായ മുനിമാർ, പ്രകൃതി അസമ്മതം, പ്രകൃത്യസമ്മതം. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് പ്രജകളാണ്. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് പ്രജകൾ എന്നർത്ഥം. നമ്മൾ എപ്പോഴും പ്രകൃതി കേട്ടാൽ മറ്റേ പ്രകൃതി മാത്രമേ ഉള്ളിൽ വരികയുള്ളൂ. കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രജകൾക്ക് അസമ്മതനായ, പ്രകൃതി അസമ്മതം പ്രകൃത്യസമ്മതം വേനം, വേനനെ അഭ്യഷിഞ്ചൻ, അഭിഷേകം ചെയ്തു, ഭുവഹ പതി, ഭൂമിയുടെ പതിയായിട്ട്. ദുർഗ്വാദികളായ മുനിമാർ രാജ്യം അരാജകമാകുമെന്ന് കണ്ടപ്പോൾ, ഭരണമില്ലാതെ, ഭരണാധികാരികൾ ഇല്ലാതെ ഒരിക്കലും രാജ്യം ഇരിക്കാൻ പാടില്ല. അങ്ങനെയായാൽ ജനങ്ങൾ തോന്നിയവാസികളാകും, ശിക്ഷിക്കാനോ ആരുമില്ല, പേടിക്കാൻ ആരുമില്ല എന്ന് കണ്ടാൽ, അങ്ങനെ കണ്ടിട്ട്
വീരയായ വേനന്റെ അമ്മയെ വിളിച്ചിട്ട് ബ്രഹ്മവാദികളായ അയ്യന്മാർ ജനങ്ങൾക്ക് അസമ്മതനാണ് വേനൻ. കാരണം എത്ര ദുഷ്ടനായ ഒരാളെ രാജാവാക്കാൻ ആർക്കും ഇഷ്ടമല്ല. ജനങ്ങൾക്ക് അസമ്മതനായ ആ വേനനെ മറ്റൊരു വഴിയുമില്ലാതെ കണ്ട് രാജാവാക്കി അഭിഷേകം ചെയ്തു. കാരണം ആരെങ്കിലും ഒരാൾ ആ രാജപീഠത്തിലിരുന്നാൽ, ദുഷ്ടനാണെങ്കിലും നല്ലവനാണെങ്കിലും ആരായാലും പോട്ടെ, കുറെയൊക്കെ ജനങ്ങൾ അനുസരിക്കുമല്ലോ എന്ന് കരുതി അരാജകമായ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ അനുവാദത്തോടെ ഈ വേനൻ എന്ന ദുഷ്ടനായ പുത്രനെ ജനങ്ങളുടെ സമ്മതമില്ലാതെ രാജാവാക്കി അഭിഷേകം ചെയ്തു. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനാം വോക്തര്യഫരി വൈ നൃഗാം പശ്യന്ത പശുസംയതാം വീരമാതരമാഹൂയ പുനീതം ബ്രഹ്മവാദിനാം പ്രകൃത്യ സമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിം ഭുവാം. ലോകാനാം ക്ഷേമദർശിനഃ ഭൃഗ്വാദയഃ ബ്രഹ്മവാദിനഃ ഗോപ്തരി അഫതി നൃഗാം പശുസാമ്യതാം പശ്യന്തഃ വീരമാതരം സുനീതാം ആഹൂയ പ്രകൃത്യ അസമ്മതം വേനം ഭുവപതിം അഭ്യഷിഞ്ചൻ. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനാം ഗോപ്തര്യഫതി വൈ നൃഗാം പശ്യന്ത പശുസംയതാം വീരമാതരമാഹൂയ പുനീതം ബ്രഹ്മവാദിനാം പ്രകൃത്യ സമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിം ഭുവാം. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനാം ഗോപ്തര്യഫതി വൈ നൃഗാം പശ്യന്ത പശുസംയതാം വീരമാതരമാഹൂയ പുനീതം ബ്രഹ്മവാദിനാം പ്രകൃത്യ സമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിം ഭുവാം. സ്ത്വാം നൃപാസനഗതം വേനം അത്യുഗ്രശാസനം നിലില്യുർദഫ്യവഫദ്യഫർപത്രഫ്തായിവാഘവാം. ശ്രുത്വാ കേട്ടിട്ട് നൃപാസനഗതം വേനം, വേനൻ രാജാവിന്റെ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത്യുഗ്രശാസനം, അത്യുഗ്രമായ കഠിനമായി ദണ്ഡിക്കുന്ന സ്വഭാവമുള്ളവനാണ്, ദുഷ്ടനാണ് എന്നുള്ളത് കൊണ്ട് തെറ്റ് ചെയ്തവരെയും ചെയ്യാത്തവരെയും എല്ലാവരെയും പിടിച്ച് ശിക്ഷിക്കുന്ന സ്വഭാവം വേനുണ്ട് എന്ന് കണ്ടിട്ട്, എന്ന് കേട്ടതേ ഉള്ളൂ. നിലില്യുഹു ഒളിച്ചു, നിലായനം ചെയ്തു. നിലില്യുഹു ആര്? ദഫ്യവഹ കള്ളന്മാർ. കള്ളന്മാരൊക്കെ പോയി ഒളിച്ചു. ഇറങ്ങി നടക്കാമെന്നല്ല വിചാരിച്ചു. കാരണം എന്താണ്? കള്ളത്തരം കാണിച്ചാലും ഇല്ലെങ്കിലും കള്ളന്മാരെന്ന് പേരുണ്ടോ, അപ്പൊ പോലീസ് പിടിച്ചിട്ട് വരെ എന്തെങ്കിലും ജയിലിടും ഉറപ്പായി. അതുകൊണ്ട് വെട്ടത്ത് വരാതെ കള്ളന്മാർക്ക് പോയി ഒളിച്ചു. ഏതുപോലെ? സർപ്പത്രഫ്ത ഇവ അഖവാം, പാമ്പിനെ പേടിച്ച് എലികൾ പോലെ. സർപ്പത്രഫ്താഹ, സർപ്പത്തെ ഭയന്ന. ആഘവഹ ഇവ, ആഘുക്കൾ എലികൾ. ആഘു എലിയാണ്, അതിന്റെ ബഹുവചനമാണ് ആഘവഹ, എലികൾ എന്ന പോലെ അവരെ മാളങ്ങളിൽ ചെന്ന് ഒളിച്ചു. സർപ്പങ്ങളെ പേടിച്ച് എലികൾ അവയുടെ മാളത്തിൽ ഒളിക്കുന്നത് പോലെ കള്ളന്മാർ ആരെ പേടിച്ച്? വേനനെ പേടിച്ച് നിലില്യു ഒളിച്ചു. ശ്രുത്വാ നൃപാസനഗതം വേനം അത്യുഗ്രശാസനം നിലില്യുർദഫ്യവഫദ്യഫർപത്രഫ്തായിവാഘവാം. അത്യുഗ്രശാസനം വേനം നൃപാസനഗതം ശ്രുത്വാ ദഫ്യവഃ സർപ്പത്രഫ്താഹ ആഘവൈവ സദ്യഃ നിലില്യു. ശ്രുത്വാ നൃപാസനഗതം വേനം അത്യുഗ്രശാസനം നിലില്യുർദഫ്യവഫദ്യഫർപത്രഫ്തായിവാഘവാം. ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദഫ്യവഫദ്യഫർപത്രഫ്തായിവാഘവാം. ഫ ആരൂഢനൃപസ്ഥാനാം ഉന്നദ്ധോഷ്ടവിഭൂതിഭിः അവമേനേ മഹാഭാഗം സ്തബ്ധഭാവിതഃ. ഫ അവൻ ആരൂഢനൃപസ്ഥാനെ, രാജസ്ഥാനത്തിലേക്ക് കയറിയിരുന്നപ്പോൾ
ആരൂഢമാവുക, കയറുക. നൃപസ്ഥാനത്തിൽ കയറിയപ്പോൾ ഉന്നത അഹങ്കാരിയായി. എങ്ങനെ? അഷ്ടവിഭൂതിഭി, 8 വിഭൂതികളോടുകൂടി അഹംഭാവം ഉള്ള 8 വിഭൂതി, അഷ്ടൈശ്വര്യം. അഷ്ടൈശ്വര്യങ്ങൾ ഈ രാജാവിനെ മതിപ്പിച്ചു, അഹങ്കാരിയാക്കി മാറ്റി. ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ വിവേകമുള്ള നല്ലവരിലെ എത്തിക്കാവൂ. ദുഷ്ടന്മാരിൽ എത്തിച്ചാൽ അതും കൂടി ദുഷ്ടവും ഐശ്വര്യവും കൂടി. പക്ഷെ വേനലിലേക്ക് ഈ അഷ്ടൈശ്വര്യങ്ങൾ എത്തിച്ചെത്തുമ്പോൾ രാജാവാണ് എന്നുള്ള സ്ഥാനം കൊണ്ട് വരുന്നതാണ് ഇതെല്ലാം. അത് അവമേനെ വിചാരിച്ചു. മഹാഭാഗാൻ സ്തബ്ധ സ്വഭാവിതസ്വതാം. മഹാഭാഗാൻ, മഹാഭാഗനായ അവനെ സ്തബ്ധനായിട്ട്, അഹങ്കാരം കൂടിയവനായിട്ട്, സ്വതഃ സംഭാവിത, തന്നെത്താൻ സംഭാവിതനായി തീർന്നിട്ട് സ്വഭാവത്താൽ തന്നെ അഹങ്കാരിയാണ്. കൂടാതെ അഷ്ടൈശ്വര്യം വന്നപ്പോൾ ഒന്നുകൂടി അഹങ്കരിച്ചു. അഹങ്കാരം ഇരട്ടിയായി. സ്വതവേ തന്നെ അഹങ്കാരിയാണ്. അങ്ങനത്തെ ആൾക്ക് അഷ്ടൈശ്വര്യങ്ങൾ വന്നാലോ വീണ്ടും എന്താവും? അഹങ്കാരിയാവും. ആരൂഢ നൃപസ്ഥാന ഉന്നത്തോ അഷ്ടവിഭൂതിഭി അവമേനെ മഹാഭാഗാം സ്തബ്ധ സംഭാവിത സ്വത. അതുകൊണ്ട് അഷ്ടൈശ്വര്യങ്ങൾ കൂടി കൂടിയപ്പോൾ അഹംഭാവത്തിന് അതിരില്ലാതായി. വർണ്ണധർമ്മങ്ങളോ ആശ്രമധർമ്മങ്ങളോ രാജധർമ്മങ്ങളോ ഒക്കെ അതിക്രമിക്കാതിരിക്കുന്ന മര്യാദക്കാരെയൊക്കെ അവമാനിച്ചു തുടങ്ങി. മര്യാദയോടെ ആർക്കും ജീവിക്കാൻ പറ്റാതെ ഉണ്ടായി. ഇതായി വേനന്റെ സ്വഭാവം. ആരൂഢ നൃപസ്ഥാന ഉന്നത്വഷ്ടവിഭൂതിഭി അവമേനെ മഹാഭാഗം സ്തബ്ധ സംഭാവിത സ്വതാം. സ്വതസംഭാവിത സ്തബ്ധ ആരൂഢ നൃപസ്ഥാന അഷ്ടവിഭൂതിഭി ഉന്നത മഹാഭാഗാൻ അവമേനെ. ആരൂഢ നൃപസ്ഥാന ഉന്നത്വഷ്ടവിഭൂതിഭി അവമേനെ മഹാഭാഗാം സ്തബ്ധ സംഭാവിത സ്വതാം. ആരൂഢ നൃപസ്ഥാന ഉന്നത്വഷ്ടവിഭൂതിഭി അവമേനെ മഹാഭാഗം സ്തബ്ധ സംഭാവിത സ്വതാം. ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശ ഇവദ്വിപാം പര്യടൻ രഥമാസ്ഥായ കപ്പയന്നിവരോധസീം. ഏവം ഇങ്ങനെ മദാന്ധനായിട്ട്, ഉത്സിക്തനായി, അതിക്രമിച്ചവനായി, എന്തു മര്യാദകളെയും അതിക്രമിക്കുന്നവനായിട്ട്, നിരങ്കുശ ദ്വിപൈവ, ചങ്ങലയില്ലാത്ത ആനയെ പോലെയായി. ദ്വിപം ആന, നിരങ്കുശം തോട്ടിയില്ലാത്ത, ചങ്ങലയില്ലാത്ത ആനയെ പോലെയായി. നിരങ്കുശ ദ്വിപ ഇവ പര്യടൻ, ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും പേടിയാ. ചങ്ങലയില്ലാത്ത ആന. ആന ചങ്ങല പൊട്ടിച്ച് ഒരുന്ന് കേട്ടാൽ പിന്നെ ആരും വഴിക്ക് നിൽക്കില്ല. എല്ലാവരും വീട്ടിൽ കയറി അടച്ച്. രഥം ആസ്ഥായ, രഥത്തിലിരുന്നു കൊണ്ടാണ്. കമ്പയൻ ഇവരോധഫീ, രോധഫികളെപ്പോലും കമ്പനം ചെയ്തുകൊണ്ട്, അന്തരീക്ഷത്തെപ്പോലും, ഭൂമിയെയും ആകാശത്തെയും അന്തരീക്ഷത്തെയും ഒക്കെ വിറപ്പിക്കുമാർ. കമ്പയന്നിവ രോധഫി, രോധഫി കമ്പയന്നിവ രഥമാസ്ഥായ പര്യടൻ, രഥത്തിൽ കയറി പര്യടനം ചെയ്തുകൊണ്ട് ചങ്ങലയിടയ്ക്ക് നടക്കുന്ന ആനയെപ്പോലെ മദാന്ധനായി അതിർത്തികളൊക്കെ അതിക്രമിച്ചവനായി തീർന്നു. നയഷ്ടവ്യം, എന്താണ് ചെയ്യാൻ കാരണം? നയഷ്ടവ്യം നദാതവ്യം അഹോതവ്യം ദ്വിജാക്വജൽ ഇത് ന്യവാരയധർമ്മം ഭേരീഘോഷേണ സർവത. തേരിൽ ഇങ്ങനെ പര്യടനം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ മുക്കിനും ചെന്ന് പെരുമ്പറയടിച്ച് ഉറക്ക വിളിച്ചു പറയും, വിളംബരം ചെയ്യും. എന്താണ്? നയഷ്ടവ്യം, ആരും യാഗം ചെയ്യരുത്. യഷ്ടവ്യം, യാഗം ചെയ്യപ്പെടുക. നയഷ്ടവ്യം ദാതവ്യം, ആരും ദാനം ചെയ്യരുത്. ഹോതവ്യം, ആരും ഹോമം ചെയ്യരുത്, പൂജ ചെയ്യരുത്. ദ്വിജാഹ, അല്ലയോ ബ്രാഹ്മണരെ, ഒരിടത്തു പോലും ഒരിക്കലും ഹോമം, പൂജ, യജ്ഞം, ദാനം ഇത് ചെയ്തേക്കരുത്.
ഇതി ന്യവാരയത് ധർമ്മം എന്നിങ്ങനെ ധർമ്മത്തെ തടഞ്ഞു. ന്യവാരയത് തടഞ്ഞു. എങ്ങനെ? ഭേരീഘോഷേണ സർവത, ചുറ്റും പെരുമ്പറയടിച്ചുകൊണ്ട്, ഭേരീഘോഷം കൊണ്ട് ഓരോ മുക്കിലും ഇങ്ങാണ് പര്യടനം ചെയ്തത്. രഥത്തിൽ കയറിയിരുന്ന് ഓരോ മുക്കിലും ചെന്ന് ഇത് ഉറക്കം വിളിച്ചുകൊണ്ട് പെരുമ്പറ കൊട്ടാൻ പറയും. അപ്പൊ ആൾക്കാരെല്ലാം ചുറ്റും കൂടും. എന്താന്ന് കേൾക്കുമ്പോ ഇതാണ് ബ്രാഹ്മണരോടാണ്. ഇത് നിങ്ങളാരും യജ്ഞം, പൂജ, ദാനം, ഹോമം, വിധി ഇതൊന്നും ചെയ്യരുത്. ഇതാണ് അദ്ദേഹത്തിന്റെ ചങ്ങല പൊട്ടിച്ചു നടക്കുന്ന ആനയെ പോലെയാണ് എന്ന് പറയാൻ കാരണം. അതിർത്തികളൊക്കെ അതിലംഘി. ഏവം മദാന്ധ ഉത്ഫിക്തോ നിരങ്കുശൈവദ്വിപ പര്യടൻ രഥമാസ്ഥായ കപ്പയന്നിപരോദഭി നയിഷ്ടവ്യം നദാതവ്യം നഹോദവ്യം ദ്വിജാക്കുലിൽ ഇത് ന്യവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവതാം. ഏവം ഉത്സിക്തഃ മദാന്ധഃ നിരങ്കുശഃ ദ്വിപൈവ രഥമാസ്ഥായ രോദഭി കമ്പയന്നിവ പര്യടൻ ദ്വിജാഃ ക്വചിത് നയിഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ഇതി ഭേരീഘോഷേണ സർവതഃ ധർമ്മം ന്യവാരയത്. ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശൈവ ദ്വിപാം പര്യടൻ രഥമാസ്ഥായ കപ്പയന്നിപരോദഭി നയിഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വരിൽ ഇതി ന്യവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവതാ. ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശൈവ ദ്വിപാം പര്യടൻ രഥമാസ്ഥായ കപ്പയന്നിപരോദഭി നയിഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വരിൽ ഇതി ന്യവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവതാം. വേനഫ്യാവേക്ഷ മുനയോ ദുർവർത്തഫ്യ വിചേഷ്ടിതം വിമർശ്യ ലോകവ്യസനം കൃപയോജുസ്മഫത്രിണാം. വേനഫ്യ ദുർവൃത്തഫ്യ വേനഫ്യ വിചേഷ്ടിതം അപേക്ഷി. ദുർവൃത്തനായ വേനന്റെ പ്രവൃത്തികൾ കണ്ടിട്ട്, അപേക്ഷ കണ്ടിട്ട്, വേനഫ്യ വേനന്റെ, മുനേഹ മുനിമാർ, ദുർവൃത്തഫ്യ വേനഫ്യ ദുർവൃത്തനായ വേനന്റെ പ്രവൃത്തികൾ, വിചേഷ്ടിതം പ്രവൃത്തികൾ കണ്ടിട്ട്, ലോകവ്യസനം വിമർശ്യ ലോകത്തിനുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ച് വിചാരണ ചെയ്തിട്ട്, വിമർശ്യ ചിന്തിച്ചിട്ട്, കൃപയാ ഊജുസ്മഫത്രിണ കൃപയോടുകൂടി, ഫത്രിണ ഫത്രികൾ ഒന്നിച്ചു കൂടി ചേർന്ന്, ഫത്രം എന്ന് വെച്ചാൽ പല്ല് കൂടി ചേരുന്നതാണ്. അങ്ങനെ ഈ മുനിമാർ ഒന്നിച്ചു കൂടി ചേർന്നിട്ട് ഫത്രികളായി തീർന്നിട്ട് കൃപയാ കാരുണ്യത്തോടെ ഊജുസ്മ പറഞ്ഞു എന്നത്. ദുർവൃത്തനായ ഈ വേനൻ സദാചാരങ്ങളെ മുഴുവൻ മുടക്കിയത് കണ്ടപ്പോൾ ക്ലേശം സജ്ജനങ്ങൾ കാണും. ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല. എന്നും ഗണപതി ഹോമം കഴിച്ചുകൊണ്ടിരുന്നവർ ഇനി മുതൽ ഹോമം ചെയ്യരുത് എന്ന് പറഞ്ഞു. സജ്ജനങ്ങൾക്ക് ക്ലേശമായി. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മുനിമാരെല്ലാം കൂടി ഫത്രികളായി സംഘിച്ചേർന്നു, ഒന്നിച്ചേർന്നു. എന്നിട്ട് കാരുണ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ സങ്കടം നേരിടുമ്പോൾ സജ്ജനങ്ങൾ ദുഃഖനിവാരണത്തിലുള്ള വഴി ആലോചിക്കണം. ഈ സമ്പ്രദായം പണ്ടു മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് വേരനെ എന്ത് ചെയ്യണം? നന്നായി ഉപദേശിച്ച് ശിക്ഷിച്ച് നേരെയാക്കണം എന്ന് മുനിമാരെല്ലാം കൂടെ കൂടിച്ചേർന്നൊരു യോഗം ഉണ്ടാക്കിയിട്ട് തീരുമാനിച്ചു. ആ യോഗത്തിൽ പാസാക്കി. ഇനി ഇതിന് മാറ്റം ഉണ്ടാവില്ല. വേനഫ്യാവേക്ഷ്യമുനയോതു വർത്തഫ്യ വിചേഷ്ടിതം വിമർശ്യ ലോകവ്യസനം കൃപയോജുസ്മഫത്രിണാം. ദുർവൃത്തഫ്യ വേനഫ്യ വിചേഷ്ടിതം അവേക്ഷ്യമുനേഹ ഫത്രിണഃ ലോകവ്യസനം വിമർശ്യ കൃപയാ ഊചുസ്മ. വേനഫ്യാവേക്ഷ്യമുനയോ ദുർവർത്തഫ്യ വിചേഷ്ടിതം വിമർശ്യ ലോകവ്യസനം കൃപയോജുസ്മഫത്രിണാം. വേനഫ്യാവേക്ഷ്യമുനയോ ദുർവർത്തഫ്യ വിചേഷ്ടിതം വിമർശ്യ ലോകവ്യസനം കൃപയോജുസ്മഫത്രിണാം. അഹോ ഭയത പ്രാപ്തം ലോകവ്യസനം മഹത് ദാരുണ്യുഭേദോ ദീപ്തേ ഇവ തസ്കരപാലയോ. അഹോ കഷ്ടം. എന്താണ് അവർ പറഞ്ഞത്? ഉഭയത പ്രാപ്തം ലോകവ്യസനം മഹത്.
ലോകസ്യ മഹത് വ്യസനം പ്രാപ്ത, ലോകത്തിന് മഹത്തായ ദുഃഖം ഉണ്ടായിരിക്കും. എന്താണ്? ഉഭയതഃ ദാരുണി ഉഭയതോ ദീപ്തേവ. ദാരുണി വിറകിന്റെ രണ്ടറ്റത്തും തീ പിടിച്ചു കഴിഞ്ഞാൽ, മുകളിലും താഴെയും തീ പിടിച്ചാൽ, ഉഭയതോ, സാധാരണ വിറകിന്റെ ഒരറ്റത്ത് തീ പിടിച്ചാൽ അത് അടുപ്പിലേക്ക് മാറ്റി വെച്ച് മറ്റേ അറ്റത്തെ കൈ പിടിച്ച് നമുക്ക് കത്തിക്കാം. ഈ കൈപിടിക്കുന്ന വശവും അങ്ങേയറ്റവും രണ്ടിടവും തീ കത്തിയാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ അങ്ങനെ ആയിരിക്കാം. ഉഭയതഃ ദാരുണി ദീപ്തൈവ എന്നതുപോലെ തസ്കരപാലയോഹോ എന്നതുപോലെ ഞങ്ങൾക്കിപ്പോൾ കള്ളന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ഭയക്കേണ്ട വന്നിരിക്കാം. മറ്റേ കള്ളന്മാരെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അതല്ല, ഭരണാധികളായ രാജാക്കന്മാരെയും പേടിക്കണം. അതാണ് ഉഭയതഃ, രണ്ടു തരത്തിൽ. മറ്റേ ലോകത്തിൽ പേടിക്കേണ്ട കള്ളന്മാരെയായിരുന്നു. ഇപ്പൊ നമുക്ക് കള്ളന്മാരെയും പേടിക്കണം, രാജാവിനെയും പേടിക്കണം. അത് ഏതുപോലെയാണ്? ഒരു വിറകിന്റെ രണ്ടറ്റത്തും തീ കത്തുന്ന പോലെയാണ്. പിന്നെ ആ വിറകെ തൊടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും ഞങ്ങള്? നല്ല മനോഹരമായ ഒരു ഉപമ കൊണ്ടാണ് ഈ കാര്യം. ഇത് നമുക്ക് എന്നും ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോ പലപ്പോഴും വേണ്ടി വരുന്നതുമാണ്. കാരണം വിറകുള്ളി ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ചു നാളത്തേക്ക് മാറ്റി വെച്ചേക്കും, പിന്നെ അതൊക്കെ എന്നും വേണ്ടി വരും. അതുകൊണ്ട് വ്യാസൻ ഉപയോഗിച്ച ഉപമാനം എക്കാലവും നിലനിൽക്കുന്ന ഉപമാനമാണ്. വിറകുള്ളിയുടെ രണ്ടറ്റത്തും തീ കത്തിക്കാറില്ല, ഒരറ്റത്തെ കത്തിക്കൂ. രണ്ടിടത്തും കത്തിയാലോ? അതുപോലെയായി ജനങ്ങൾ. ഉഭയതഃ പ്രാപ്തം വ്യസനം തസ്കരപാലയോ. തസ്കരൻ കള്ളൻ, പാലകൻ രാജാവ്. തസ്കരപാലകന്മാരിൽ നിന്നും രണ്ടു തരത്തിൽ എന്ത് ചെയ്യേണ്ടി വരുന്നു? ദുഃഖിക്കേണ്ടി വരുന്നു ഇപ്പോൾ. അഹോഭയതപ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്തേ ഇവ തസ്കരപാലയോ. ദാരുണി ഉഭയതഃ ദീപ്തൈവ തസ്കരപാലയോഹോ ലോകസ്യ മഹത് വ്യസനം ഉഭയതഃ പ്രാപ്തം അഹോ. അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്തേ ഇവ തസ്കരപാലയോ. അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്തേ ഇവ തസ്കരപാലയോ. അരാജകഭയാദേശ ഏഷ കൃതോ രാജാത അതദർഹണാം തതോപ്യാസിദ്ഭയം തദ്വാ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. അരാജകഭയാത്, രാജാവില്ല എന്ന് ഭയന്നിട്ടാണ് ഏഷ കൃതോ രാജ, ഇവനെ രാജാവാക്കിയത്. ഏഷ ഇവനെ, കൃതഃ ചെയ്യപ്പെട്ടു, രാജാവ്. രാജ്യം അരാജകമാകണ്ട എന്ന് കരുതിയാണ് ഇവനെ രാജാവാക്കി മാറ്റിയത്. പക്ഷേ ഇവൻ അതദർഹണ, അതിനർഹിക്കുന്നവനല്ല. തത് അർഹണൻ, അതർഹിക്കുന്നത്. അതദർഹണൻ, അതർഹിക്കാത്തവൻ. രാജാവായി വാഴാൻ അർഹിക്കാത്ത ഒരാളെ രാജാവില്ലല്ലോ എന്ന് ധരിച്ച് അരാജകമായി രാജ്യം തീരാതിരിക്കാനായിട്ട് രാജാവാക്കി ചെയ്തപ്പോൾ തതോപ്യാസീത് ഭയം, അപ്പം ഒരു ഭയം ഉണ്ടായി. തു അദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. ഇന്നിനിയും എങ്ങനെയാണ് ദേഹികൾക്ക് സ്വസ്തി ഉണ്ടാകും? മനുഷ്യർക്ക് എങ്ങനെ മംഗളമുണ്ടാക്കാൻ പറ്റും? ഒരാൾക്കും ഒരു സജ്ജനങ്ങൾക്കും ക്ഷേമത്തിനുള്ള വഴി കണ്ടെത്താൻ പറ്റില്ല. സജ്ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, ക്ഷേമത്തിന് ഒരു വഴിയും കാണുന്നില്ല എന്ന് മുനിമാരെല്ലാം കൂടെ കൂടിച്ചേർന്ന് വിചാരണ ചെയ്തു. അവരെല്ലാം കൂടി പരസ്പരം പറഞ്ഞ കാര്യങ്ങളാണ്. അരാജകഭയാദേശാം രാജാതദർഹണാം തതോപ്യാസിത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. അരാജകഭയാത് അതദർഹണഃ ഏഷഃ രാജാ കൃത്വാ അദ്യതു തതഃ അപി ഭയം ആസീത് ദേഹിനാം കഥം സ്വസ്തി സ്യാത്. അരാജകഭയാദേശകൃതോ രാജാതദർഹണാം തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. അരാജകഭയാദേശകൃതോ രാജാതദർഹണാം തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. അഹേരിവ ഭയപോഷ പോഷകസ്യപ്യനർത്ഥഭൃ
വേന പ്രകൃത്യൈവ ഖല സുനീധാഗർഭസംഭവാം നിരൂപിത പ്രജാപാലഫജിഖംസതി വൈ പ്രജാഹം. അഹേരിവ പയപ്പോഷ. പാല് കൊടുത്തു പാമ്പിനെ വളർത്തിയ പോലായി. പയപ്പോഷ, പാല് കൊണ്ട് വളർത്തിയ അഹേഹൈവ, ആ പാമ്പിനെ പോലെ. പാല് കൊടുത്ത് വളർത്തിയാലും പാല് കൊടുത്തില്ലെങ്കിലും പാമ്പ് എന്ത് ചെയ്യും? അത് കടിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അഹേരിവ പയപ്പോഷ പോഷകവ്യാപി അനർത്ഥകത്. അത് വളർത്തിയവന് അനർത്ഥം ഉണ്ടാക്കുന്നതാണ്. ഈ പാമ്പിനെ സംബന്ധിച്ച് എനിക്ക് പാല് തന്ന ആള് വളർത്തിയ ആള് അങ്ങനെയൊന്നുമില്ല. പോഷകനെ വളർത്തിയവന് അഭി അനർത്ഥകം, വളർത്തിയവന് കൂടി അനർത്ഥമുണ്ടാക്കുന്നതാണ്. വേന പ്രകൃത്യൈവ ഖല. വേനൻ ജന്മസിദ്ധമായി ദുഷ്ടനാണ്. ഫുനീഥ ഗർഭസംഭവ. ഫുനീഥയുടെ ഗർഭത്തിൽ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ്? യമന്റെ പുത്രിയായ ഫുനീഥയുടെ ഗർഭത്തിൽ സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് പ്രകൃത്യ അദ്ദേഹം ഖലനാണ്. നിരൂപിത പ്രജാപാലം. പ്രജാപാലനായിട്ട് നിരൂപിത വിചാരിച്ചപ്പോൾ സജിഖംസതി വൈ പ്രജാഹം, അവൻ പ്രജകളെ കൊല്ലുകയാണ്. ജിഖാംസതി കൊല്ലുന്നു. പ്രജകളെ പരിപാലിക്കണം എന്ന് കരുതി നിയോഗിച്ചപ്പോൾ പ്രജകളെ കൊല്ലാൻ തുടങ്ങി. ഇതാണോ രാജാവിന്റെ കൃത്യം? ഈ വേനൻ എല്ലാ തരത്തിലും ദുഷ്ടൻ തന്നെയാണ്. അവനെ പിടിച്ച് ആരാണ് രാജാവാക്കിയത്? പാമ്പിന് പാല് കൊടുത്ത പോലെ. പാല് കൊടുത്തവനെ തന്നെ പാമ്പ് തിരിഞ്ഞ് കടിക്കുകയും ചെയ്യും. ഇതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അഹേരിവയ പോഷകഫ്യനർത്ഥ വേന പ്രകൃത്യൈവ ഖല സുനീധാഗർഭസംഭവാം നിരൂപിത പ്രജാപാലഫജിഖംസതി വൈ പ്രജാഹം. അഹോ, അഹേഹേ പയപ്പോഷൈവ പോഷകവ്യാപി അനർത്ഥകൃതോ സുനീധാഗർഭസംഭവഃ പ്രകൃത്യാ ഏവ ഖലഃ വേനഃ പ്രജാപാലഃ നിരൂപിതഃ ഫവൈ പ്രജാഃ ജിഖാംസതി. അഹേരിവ പയപ്പോഷാം അഹേരിവ പോഷകവ്യപ്യനർത്ഥഭൃ വേന പ്രകൃത്യൈവ ഖല സുനീധാഗർഭസംഭവാം നിരൂപിത പ്രജാപാലഫജിഖംസതി വൈ പ്രജാഹം. അഹേരിവ പോഷകവ്യപ്യനർത്ഥഭൃ വേന പ്രകൃത്യൈവ ഖല സുനീധാഗർഭസംഭവാം നിരൂപിത പ്രജാപാലഫജിഖംസതി വൈ പ്രജാഹം. തഥാപി സാന്ത്വേ മാമും നാസ്മാസ്തത്പാദകം സ്പൃശേത് തദ്വിദ്വദ്ഭ്യസദ്വൃത്തോ വേനോസ്മാഭിക്തോ നൃപാം. തഥാപി, എന്നാലും സാന്ത്വേമ അമും സാന്ത്വയേമ, ഇവനെ സാന്ത്വനിപ്പിക്കണം. സാന്ത്വയേമ അമും എന്ന് വെച്ചാൽ ഇവനെ സാന്ത്വയേമ സാന്ത്വനിപ്പിക്കണം. ന അസ്മാൻ തത്പാതകം സ്പൃശേത്. തത്പാതകം, അവൻ ചെയ്യുന്ന പാപകർമ്മങ്ങൾ അസ്മാൻ ന സ്പൃശേത്, നമ്മളെ സ്പർശിക്കും. ഒരുത്തൻ പാപകർമ്മം ചെയ്തതിൽ അതിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടും എന്ന് ഒരു വ്യവസ്ഥയുണ്ട്. രാജാവ് ദുഷ്കർമ്മം ചെയ്താൽ ജനങ്ങളിലേക്കൊക്കെ അത് വ്യാപരിക്കത്ത് ചെയ്യും. അതുകൊണ്ട് തത്പാതകം, അവന്റെ പാതകം അസ്മാൻ ന സ്പൃശേത്, അവന്റെ പാപകർമ്മങ്ങൾ ഞങ്ങളെ സ്പർശിക്കരുത്. തത്, അതുകൊണ്ട് വിദ്വദ്ഭിഹി, വിദ്വാൻമാരാൽ, തത് വിദ്വദ്ഭി തദ്വിദ്വദ്ഭി അസദ്വൃത്തോ വേനോ, അസദ്വൃത്തനായ വേനനെ, അസദ്വ്യാപാരം നടത്തുന്ന വേനനെ, അസ്മാഭികൃതോ നൃപ,
ഞങ്ങളാൽ രാജാവാക്കി അഭിഷേകം ചെയ്യപ്പെട്ട ആ വേനനെ ഒന്ന് സാന്ത്വനിപ്പിക്കണം, ഉപദേശങ്ങളെ കൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കുക തന്നെ ചെയ്യണം. സന്മാർഗം തെറ്റി നടക്കുന്നെങ്കിലും അവനെ നല്ല വഴിയിലേക്ക് നടത്തിവിടാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. അവന്റെ പാപകർമ്മത്തിന്റെ ഫലം എല്ലാവരെയും ബാധിക്കും, നമുക്കും കിട്ടും. അതുകൊണ്ട് അവൻ രാജാവാക്കിയത് നമ്മൾ തന്നെയാണ്. പക്ഷെ അവന്റെ പാതകത്തെ നമുക്ക് തടയാൻ പറ്റുന്നില്ല, അത് ശരിയല്ല. അതുകൊണ്ട് അവനൊരു സതുപദേശം കൊടുക്കണം എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. തഥാപി ഫാന്ത്വയേ മാമും നാസ്മം തത്പാതകം സ്പൃശേത് തദ്വിദ്വദ്ഭ്യഫദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപാം തഥാപി അമും ഫാന്ത്വയം തത്പാതകം അസ്മന്ന സ്പൃശേത് അഫദ്വൃത്തഃ വേനഃ തദ്വിദ്വദ്ഭിഃ അസ്മാഭിः നൃപകൃതഃ തഥാപി ഫാന്ത്വയേ മാമും നാസ്മം തത്പാതകം സ്പൃശേത് തദ്വിദ്വദ്ഭ്യഫദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപാം തഥാപി ഫാന്ത്വയേ മാമും നാസ്മം തത്പാതകം സ്പൃശേത് തദ്വിദ്വദ്ഭ്യഫദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപാം ഫാന്വിതോ യദി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമുസ്വതേജസാം. ഫാന്വിതോ സാന്ത്വനിക്കപ്പെട്ടാൽ യദി നോ വാചം ന ഗൃഹീഷ്യതി നമ്മളുടെ വാക്ക് അവൻ സ്വീകരിക്കില്ല. അധർമ്മകൃത് അവൻ അധർമ്മകൃത്തായതുകൊണ്ട് ധർമ്മം ചെയ്യുന്ന നമ്മുടെ വാക്ക് അവൻ സ്വീകരിക്കില്ല. ലോകധിക്കാര സന്ദഗ്ധം ലോകത്തെ ധിക്കരിച്ചതിനാൽ സന്ദഗ്ധം വേണ്ട പോലെ ദഹിച്ചിരിക്കുന്ന അവനെ സ്വതേജസ ദഹിഷ്യ നമ്മുടെ തേജസ് കൊണ്ട് ദഹിപ്പിക്കുക തന്നെ ചെയ്യും. സാന്ത്വന വാക്കുകൾ കുറെ പറഞ്ഞു അവൻ കേൾക്കുന്നില്ല എന്നാണെങ്കിൽ യദി നോ വാചം ന ഗൃഹീഷ്യതി നമ്മളുടെ വാക്കിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അധർമ്മകൃത്തായ അവനെ സാന്ത്വനിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകധിക്കാര സന്ദഗ്ധം ലോകത്തെ ധിക്കരിച്ചതിന്റെ ചൂട് അതുകൊണ്ട് ദഹിച്ചിരിക്കുന്ന അവനെ നമ്മളുടെ ശാപമാകുന്ന തേജസ് കൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടും കത്തിച്ച് ദഹിപ്പിച്ചു കളയും. നന്നായി ഉപദേശിച്ചു നോക്കുക, കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ആശങ്കിക്കേണ്ട, നീ എന്ത് കേൾക്കണം? ദഹിപ്പിച്ച് ഭസ്മമാക്കി മാറ്റി. ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഫാന്വിതോ ഇതി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാം. ഫാന്വിതഃ അധർമ്മകൃത്ത് നഹ വാചം ന ഗൃഹീഷ്യതി യദി ലോകധിക്കാര സന്ദഗ്ധം സ്വതേജസാ ദഹിഷ്യാം. ഫാന്വിതോ യദി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാം. ഫാന്വിതോ യദി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാം. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ഏവം അധ്യവസായ നിശ്ചയിച്ചിട്ട് ഏനം ഇവനെ മുനേഹ മുനിമാർ ഗൂഢമന്യവ കോപമുള്ളിൽ ഒളിപ്പിച്ചു വെച്ചവരായ മുനിമാർ. ഗൂഢമായി കോപം, മഞ്ഞു കോപം. ഗൂഢമന്യവ കോപത്തെ ഒളിപ്പിച്ചു വെച്ചവരായ ആ മഹർഷിമാര് ഇങ്ങനെ തന്നെ നിശ്ചയിച്ചിട്ട് ഏനം അവന്റെ അടുത്തേക്ക് ഉപവ്രജ്യ എത്തിയിട്ട് അബ്രുവൻ പറഞ്ഞു. ഉപവ്രജ്യ അബ്രുവൻ അടുക്കലെത്തിയിട്ട് പറഞ്ഞു വേനോട് സാന്ത്വയിത്വാ ച സാമഭി
ഒരാളെ ശിക്ഷിക്കാൻ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന ചതുര ഉപായങ്ങളുണ്ട്. അതിലെ സാമദാന ഭേദങ്ങൾ പറ്റുന്നില്ലെങ്കിൽ ദണ്ഡം ഉപയോഗിച്ചാൽ മതി. ആദ്യം വേണ്ടത് സാമമാണ്. നല്ല ഉപദേശങ്ങൾ കൊണ്ട് രക്ഷിക്കാമോ നോക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് സാമഭിഹി സാന്ത്വയിത്വ, സാമങ്ങളെ കൊണ്ട് സാന്ത്വനിപ്പിച്ചിട്ട് വേനം അബ്രവീ, വേനം എന്ന് പറഞ്ഞു. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ഏവം അധ്യവസായ ഗൂഢമന്യവഃ മുനേഃ ഏനം ഉപവ്രജ്യ സാമഭി സാന്ത്വയിത്വാ അബ്രുവൻ. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. മുനയൂചു. ഇങ്ങനെ കൂടിച്ചേർന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് മുനിമാർ പറഞ്ഞു, നമുക്ക് നല്ല സാമവാക്കുകൾ കൊണ്ട് അവനെ ഒന്ന് സന്തോഷിപ്പിച്ച് നോക്കാം. പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റാതെ വന്നാൽ ദാനഭേദ ദണ്ഡങ്ങളിൽ കടന്ന് അവസാനം അവനെ എന്ത് ചെയ്യണം? ശപിച്ചു. അതിനു പറ്റിയ കോപം ഇവന്റെ ഉള്ളിലുണ്ട്, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കാം. അങ്ങനെ കോപം ഉള്ളൊളിപ്പിച്ച മുനിമാർ അവനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമാറ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ഏവം അധ്യവസായ ഗൂഢമന്യവഃ മുനേഃ ഏനം ഉപവ്രജ്യ സാമഭി സാന്ത്വയിത്വാ വേനം അബ്രുവൻ. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവാം ഉപവ്രജ്യ അബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭി. മുനയ ഊചു. മുനിമാർ വേരന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനി അങ്ങോട്ട് മുനിമാർ പറഞ്ഞ വാക്കാം. നൃപവര്യ നിബോധയിത അദ്യ നിബോധയിതേ വിജ്ഞാപയാമോ ആയുശ്രീ ബലകീർത്തീനം തവതാത വിവർദ്ധനം. ഹേ നൃപവര്യ, സംബോധന ചെയ്തത് നന്നായിട്ട്. അല്ലയോ മിടുക്കനായ രാജാവേ, നൃപന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ അല്ലയോ രാജാവേ, നിബോധ, അറിയൂ, ഞങ്ങൾ പറയുന്നതിനെ അങ്ങ് ബോധ്യപ്പെടുത്തൂ. നിബോധ. ഏതത് യത് തേ, ഏതദ്യത്തെ, നിബോധ ഈതദ്യത്തെ, നിബോധ ഏതത് യത് തേ, അത്രയും കൂടി ചേർന്ന നിബോധൈതേ, നിബോധ ഏതത് യത് തേ, നിബോധൈതദ്യത്തെ യത് തേ. നിബോധ, നിന്നോട് എന്തൊക്കെയാണോ ബോധ്യപ്പെടുത്തത്. ഏതത് വിജ്ഞാപയാം അഭോഹം, ഞങ്ങൾ അങ്ങയെ യാതൊന്ന് അറിയിപ്പിക്കുന്നുവോ അതൊക്കെ ബോധ്യപ്പെടും. ഞങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ബോധ്യം. അത് ആയുസ്, ശ്രീ, ബലം, കീർത്തി ഇവ വർദ്ധിപ്പിക്കുന്ന. ആയുഷ്, ശ്രീ, ബല, കീർത്തീനാം തവ താത സംബോധനയാണ് കുഞ്ഞേന്ന്. വിവർദ്ധനം, വർദ്ധിക്കുന്നത്. അങ്ങയുടെ ആയുസ്സിനും അങ്ങയുടെ ഐശ്വര്യത്തിനും അങ്ങയുടെ ബലത്തിനും അങ്ങയുടെ കീർത്തിയെയും വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളിൽ ബോധ്യപ്പെടും. ഈ ആമുഖത്തോടുകൂടിയാ പറയുന്നത്. ആമുഖം പറയാൻ കാരണം ബോധ്യപ്പെടില്ല എന്ന് ഉറപ്പാണ്. എങ്കിലും അങ്ങനെ ശ്രമിക്കണം കേട്ടോ. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
വീണ്ടും പറയണം, വീണ്ടും പറയണം. അതുപോലെ അങ്ങ് കേൾക്കില്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങളുടെ കടമയാണ് പറയുക. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി അങ്ങ് ബോധ്യപ്പെടുത്തും. നൃപവര്യ നിബോധൈതത്യത്തെ വിജ്ഞാപയാമഭോ ആയുശ്രീവരകീർത്തീനം തവതാത വിവർദ്ധനം. ഭോഹ നൃപവര്യ യത് തേ വിജ്ഞാപയാമ ഏതത് നിബോധ അത തവ ആയുശ്രീബലകീർത്തീനാം വിവർദ്ധനം. നൃപവര്യ നിബോധൈതദ്യത്തെ വിജ്ഞാപയാമഭോ ആയുശ്രീബലകീർത്തീനം തവതാത വിവർദ്ധനം. നൃപവര്യ നിബോധൈതദ്യത്തെ വിജ്ഞാപയാമഭോ ആയുശ്രീബലകീർത്തീനം തവതാത വിവർദ്ധനം. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥ അനന്യമസാംഗിതം. ധർമ്മ ആചരിത പുംസാം, ധർമ്മത്തെ ആചരിക്കുന്ന മനുഷ്യർക്ക് വാക്ക് മനക്കായ ബുദ്ധിഭി, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും, കായം ശരീരം, വാങ് മനക്കായ ബുദ്ധിഭി, ഈ 4 ഉപകരണങ്ങളാൽ ആചരിത ധർമ്മ, ആചരിക്കപ്പെടുന്ന ധർമ്മം. വാക്കുകൊണ്ട് ധർമ്മം ആചരിക്കണം, മനസ്സുകൊണ്ട് ധർമ്മം ആചരിക്കണം, ശരീരം കൊണ്ട് ധർമ്മം ആചരിക്കണം, ബുദ്ധി കൊണ്ടും ധർമ്മം ആചരിക്കണം. അങ്ങനെ 4 അവയവങ്ങൾ കൂടി ആചരിക്കപ്പെടുന്ന ധർമ്മം വിശോകാൻ ലോകാൻ വിതരതി. ലോകാൻ വിശോകാൻ വിതരതി, ലോകത്തെ ശോകരഹിതമാക്കി മാറ്റും. ലോകാൻ വിതരതി, ലോകത്തെ വിതരണം ചെയ്യുന്നു, നൽകുന്നു. വിശോകാൻ ലോകാൻ, ദുഃഖമില്ലാത്ത ലോകത്തെ നൽകുന്നു. അഥാ എന്നാൽ അഫംഗിനാം അനന്ത്യം, അഫംഗികൾക്ക് അവസാനമില്ലാത്ത ഫലത്തെയും. അല്ലയോ രാജാവേ, ശരീരവാങ്മനക്കായ ബുദ്ധി കൊണ്ട് ധർമ്മം ചെയ്യുന്നവരുടെ ശരീരം നശിച്ചതിന് ശേഷവും ദുഃഖമില്ലാത്ത സ്വർഗാദികൾ അവർക്ക് കൊടുക്കുന്നു. സ്വർഗാദി ഭോഗങ്ങൾ ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ പോകാതെ നേരിട്ട് സായുജ്യം കൊടുക്കും. ഇത് രണ്ടും ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ വൃത്തി കൊണ്ട് ലോകത്തിന് കിട്ടുന്നതാണ്. സജ്ജനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ എത്താം. അതില്ലാതെ അതിനപ്പുറത്തുള്ള ആത്മസാക്ഷാത്കാരത്തിന് എത്തിക്കുന്നവർക്ക് അതും ലഭിക്കാം. രണ്ടും ഇതുകൊണ്ട് കിട്ടുന്നതാണ്. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദമഭംഗിനാം. പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ആചരിത ധർമ്മ വിശോകാൻ ലോകാൻ വിതരതി അഥ അഭംഗിനാം ആനന്ദ്യം. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരതി അഥ അനന്ത്യമഭംഗിനാം. ധർമ്മ പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ആചരിത ധർമ്മ വിശോകാൻ ലോകാൻ വിതരതി അഥ അഭംഗിനാം ആനന്ദ്യം. ആനന്ദ്യം വിതരതി. ധർമാചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരതി അഥ അനന്ത്യമഭംഗിനാം.
ധർമാചരിത പുംസാം വാങ്മനക്കാജബുദ്ധിഭിः ലോകാൻ വിശോകാൻ വിതരത്യഥാ അനന്യമഭംഗിനാം ഫതേമാ വിനശേദ്വീരപ്രജാനാം ക്ഷേമലക്ഷണാം യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാദവരോഹതി സഹ തേ മാ വിനശേത് വീര. ഹേ വീര, തേ അങ്ങയുടെ പ്രജാനാം ക്ഷേമലക്ഷണ, പ്രജകൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന ലക്ഷണത്തോടു കൂടിയ അങ്ങയുടെ ആ ചിന്ത മാ വിനശേത്, അതൊരിക്കലും നശിക്കാതിരിക്കണം. പ്രജാനാം ക്ഷേമലക്ഷ്മണ തേ മാ വിനശേത്. ഹേ വീര, പ്രജാക്ഷേമത്തോടുകൂടി അതിനെ സംരക്ഷിക്കുന്നതായ അങ്ങയുടെ ധർമ്മം നശിക്കാതെ നോക്കേണ്ടത് ആവശ്യമാണ്. യസ്മിൻ വിനഷ്ടേ, ആ ധർമ്മം നഷ്ടപ്പെട്ടാൽ, യസ്മിൻ വെച്ചാൽ ആ ധർമ്മത്തിൽ, ആ ധർമ്മം നഷ്ടപ്പെട്ടാൽ നൃപതിഹി ഐശ്വര്യാത് അവരോഹ, രാജാവ് ഐശ്വര്യത്തിനും താഴെ ഇറങ്ങുക. അവരോഹതി താഴെ ഇറങ്ങുക, ആരോഹതി കയറുക, അവരോഹതി താഴെ ഇറങ്ങുക. ധർമ്മം നഷ്ടപ്പെട്ടാൽ, ഐശ്വര്യം നഷ്ടപ്പെട്ട രാജാവ് താഴെ ഇറങ്ങും. ആരും ഒന്നും ചെയ്യേണ്ട. ലോകത്തിൽ അധർമ്മവൃത്തികൾ നഷ്ടപ്പെട്ടാൽ ഭരണാധികാരികളുടെ കസേര തെറിച്ചു പോകും. അവരെന്ത് ചെയ്യും? താഴെ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഫതേ മാ വിനശേത് വീരപ്രജാനാം ക്ഷേമലക്ഷണാം യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാദവരോഹതി. ഹേ വീര, പ്രജാനാം ക്ഷേമലക്ഷണ സഹ മാ വിനശേത് യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാത് അവരോഹതി. ഫതേ മാ വിനശേത് വീരപ്രജാനാം ക്ഷേമലക്ഷണാം യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാദവരോഹതി. ഫതേ മാ വിനശേത് വീരപ്രജാനാം ക്ഷേമലക്ഷണാം യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാദവരോഹതി. രാജന് അസാധ്വമാദേഭ്യഃ ശ്ചോരാദിഭ്യഃ പ്രജാനൃപാം രക്ഷൻ യഥാ ബലി ഗൃഹ്ണൻ ഇഹ പ്രേത്യ ച മോദതേ. രാജൻ, അല്ലയോ രാജാവേ, അസാധു അമാത്യേഭ്യഃ, അസാധ്വമാത്യേഭ്യഃ, അസാധുക്കളായ മന്ത്രിമാരിൽ നിന്നും രാജൻ അസാധു അമാത്യേഭ്യഃ, അല്ലയോ രാജാവേ, അസാധുക്കളായ മന്ത്രിമാരിൽ നിന്നും കള്ളത്തരവും വഞ്ചനയും കൈമുതലായിട്ടുള്ള മന്ത്രിമാരിൽ നിന്നും ചോരാദിഭ്യഃ, കള്ളന്മാരിൽ നിന്നും പ്രജാഹ, പ്രജകൾ നൃപഃ രക്ഷൻ, രാജാവ് രക്ഷിക്കേണ്ടതാണ് പ്രജകളെ. ആരിൽ നിന്നാണ്? കള്ളത്തരം കാണിക്കുക, കൈക്കൂലി വാങ്ങുക, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുക, വ്യാമോഹം കൊടുക്കുക മുതലായ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന മന്ത്രിമാരിൽ നിന്നും, അതേപോലെ കള്ളന്മാർ, രണ്ടുപേരും ഒരുപോലെയാണ്. മന്ത്രിമാരും കള്ളന്മാരും ഒരുപോലെ തന്നെയാണ്. അവരിൽ നിന്ന് രാജാവ് പ്രജകളെ രക്ഷിക്കേണ്ടത് രാജാവിന് കടമയാണ്. മന്ത്രിമാർ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിച്ചാൽ അവരെ ശിക്ഷിച്ച് പുറത്താക്കി നാട് രക്ഷിക്കേണ്ട കടമ രാജാവിന്. കള്ളന്മാർ അലഞ്ഞു തിരിഞ്ഞ് വിളയാടിയാൽ അവരെ നിഷ്കാസനം ചെയ്ത് ശിക്ഷിച്ച് ജയിലടച്ച് രാജ്യം രക്ഷിക്കേണ്ട ബാധ്യത രാജാവിന്.
യഥാ ബലിം ഗൃഹന്നിഹ പ്രേത്യ ച മോദത്തെ. എപ്രകാരമാണോ ബലിം ഗൃഹൻ, ബലിക്ക് ഇവിടെ കരം എന്നർത്ഥം, ബലി എന്ന് വെച്ചാൽ ടാക്സ്, കരം എന്നർത്ഥം. യഥാ ബലിം ഗൃഹൻ, എപ്രകാരമാണോ കരം പിരിക്കുന്നത്, ഇഹ പ്രേത്യ ച മോദത്തെ, ഇഹ ഇവിടെ ഈ ലോകത്തിലും പ്രേത്യ പരലോകത്തിലും മോദത്തെ സന്തോഷിക്കും. ശാസ്ത്രവിധി അനുസരിച്ച് രാജാക്കന്മാർ നികുതി പിരിക്കണം. അത് രാജാവിന്റെ കടമയാണ്. അങ്ങനെ ചെയ്താൽ ഈ ലോകത്തും പരലോകത്തിലും രാജാവ് സന്തുഷ്ടനാവും. കരം പിരിക്കാത്ത രാജാവിന് ഐഹിക ലോകവും സുഖമാവില്ല, പരലോകവും സുഖമാവില്ല. അതുകൊണ്ട് ടാക്സ് പിരിക്കൽ രാജാക്കന്മാരുടെ പ്രധാന കർത്തവ്യം. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവർക്ക്. രാജൻ നഭധ്വമത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃപാം രക്ഷൻ യഥാ ബലിം ഗൃഹന്നെ പ്രീത്യ ച മോദതേ. ഹേ രാജൻ, അസാധു അമാത്യേഭ്യ ചോരാദിഭ്യ പ്രജാ രക്ഷൻ യഥാ ബലിം ഗൃഹൻ നൃപഃ ഇഹ പ്രീത്യ ച മോദതേ. രാജന്നഫധ്വമത്യേ അമാത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃപാം രക്ഷൻ യഥാ ബലിം ഗൃഹൻ പ്രീത്യ ച മോദതേ. രാജന്നഫധ്വമത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃപാം രക്ഷൻ യഥാ ബലിം ഗൃഹൻ ഇഹ പ്രീത്യ ച മോദതേ. ഇനിയും 5-6 ശ്ലോകത്തിൽ കൂടി ഈ ഉപദേശമാണ്. നമുക്കിന്ന് തീരില്ല, നമ്മുടെ സമയം ആയിരിക്കും. നമുക്കവിടെ ഉപസംഹരിക്കാം. അടുത്ത 12ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം ഉപസംഹരിച്ചതിന് ശേഷം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.